നമസ്കാരം. KH ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോട്ടയം കോടിമാത പാലത്തിന് സമീപമുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പിക്കപ്പ് വാനും ബലോറയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ബലോറയിൽ സഞ്ചരിച്ചിരുന്ന കൊല്ലാട് സ്വദേശികളായ ജെയ്മോൻ, അർജുൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. തായ്ലൻഡിൽ നിന്ന് വന്യജീവികളെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന ദമ്പതികളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. പത്തനംതിട്ട സ്വദേശികളായ ജോബ്സൺ ജോയ്, ഭാര്യ ആര്യ മോൾ എന്നിവരാണ് പിടിയിലായത്. 6 വന്യജീവികളെയാണ് ഇവർ കടത്തിയത്. മക്കാവു തത്ത, 3 മർമോ കുരങ്ങുകൾ, 2 ടാമറിൻ കുരങ്ങുകൾ. ഇവയ്ക്ക് വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരും. പ്രത്യേക പെട്ടിയിലാക്കിയാണ് ഇവയെ എത്തിച്ചത്. ഇവരും കാരിയർമാരാണെന്നാണ് കസ്റ്റംസ് നിഗമനം. പിടിയിലായവരെയും ഇവരെ കൊണ്ടുവന്ന ജീവികളെയും വനം വകുപ്പിന് കൈമാറി. തിരുവനന്തപുരം നരുവാമൂട്ടിൽ പോളിടെക്നിക് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. നരുവാമൂട് സ്വദേശി മഹിമ സുരേഷിനെയാണ് ഇന്നലെ വൈകിട്ട് വീടിനുള്ളിൽ മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തിയ നിലയിൽ കണ്ടെത്തിയത്. പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലമ്പൂരിൽ മൃഗവേട്ട നടത്തിയ 2 പേർ പിടിയിൽ. മൂർക്കനാട് സ്വദേശി മുഹമ്മദ് അലി, വെങ്ങാട് സ്വദേശി ഹംസ എന്നിവരാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഇവരിൽ നിന്ന് ഒരു നാടൻ തോക്ക്, 2 വെടിയുണ്ടകൾ, ഒരു കാലി കേസ്, മൃഗങ്ങളുടെ ഇറച്ചി മുറിക്കാൻ ഉള്ള കത്തികൾ, ഒരു ബൈക്ക് എന്നിവയും പിടികൂടി. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണി മൂലം ആലപ്പുഴയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ചാരമൂട് സ്വദേശി ശശിയാണ് ആത്മഹത്യ ചെയ്തത്. പണമിടപാട് സ്ഥാപനത്തിലെ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ജീവനക്കാർ ശശിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിൽ മനംനൊന്തായിരുന്നു ആത്മഹത്യ. ഇന്ത്യയിൽ പുതിയ SR 175 പുറത്തിറക്കാൻ ഇറ്റാലിയൻ 2 വീലർ ബ്രാൻഡായ അപ്രീലിയ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഈ സ്കൂട്ടറിൻ്റെ വലുതും ശക്തവുമായ പതിപ്പ് ഇതിനകം ഡീലർഷിപ്പുകളിൽ എത്തിത്തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സ്കൂട്ടറിൻ്റെ ഔദ്യോഗിക ലോഞ്ച് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന നൽകുന്നത്. നിലവിൽ രാജ്യത്ത് വിൽപ്പനയിലുള്ള SR 160ക്ക് പകരമായി SR 175 എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. സംഗറെഡ്ഡി ജില്ലയിലെ സിങ്കാച്ചി ഇൻഡസ്ട്രീസിന്റെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 34ആയി. 27 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. അപകട സമയത്ത് 90 ജീവനക്കാർ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. തിങ്കളാഴ്ച രാവിലെയാണ് സ്ഫോടനമുണ്ടായത്.